ഇപ്പോൾ പലർക്കുമുള്ള ഒരു സംശയമാണ് നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്നത് മുടി കൊഴിച്ചിലിന് കാരണമാകും എന്നുള്ളത്. ക്രിയാറ്റിൻ എന്ന നമ്മൾ സപ്ലിമെൻ്റ് ഡയറക്റ്റായിട്ട് ചെയ്യുന്നത് യാതൊരു വിധത്തിലും നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമാവാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ നമുക്ക് നമ്മുടെ മസിൽസിന് ഒരു എനർജിയാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്നവർക്ക് ഈ എനർജി കിട്ടുന്നത് എന്തുകൊണ്ടില്ല, അവർക്ക് കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്യാൻ വെക്കും സാധാരണ ഉള്ളതിനെ കാട്ടി. അപ്പം ഇങ്ങനെ ഓവറായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ ഈ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ ലെവൽസ് ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് കാരണം നമ്മൾ കഷണ്ടി ആവാനുള്ള ടെൻഡൻസി വളരെയധികം ഇൻക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരമ്പര്യമായിട്ട് കഷണ്ടി ഉള്ള ഫാമിലി ഹിസ്റ്ററിയിലുള്ളവർക്ക് ചിലപ്പം ഈ ക്രിയാറ്റിൻ സപ്ലിമെൻ്റൊക്കെ ചെയ്തിട്ട് ഒത്തിരി നേരം എക്സസൈസൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കഷണ്ടി വളരെ ഏർലി ആയിട്ട് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഏർലി സ്റ്റേജിലുള്ളവർ 1 or 2 സ്റ്റേജിലൊക്കെ ആദ്യമേ കഷണ്ടി ചെറിയ രീതിയിലുള്ളവർക്കൊക്കെ ഇത് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസും ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുത്തിട്ട് നമ്മൾ ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്ലിനിക്കിൽ വരുന്ന പലർക്കും ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുത്തതിന് ശേഷം മുടി കൊഴിച്ചിൽ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കഷണ്ടി പോലെ നമ്മുടെ മുടിയൊക്കെ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് ക്രിയാറ്റിൻ എടുത്തതിന് ശേഷം വർക്കൗട്ട് ചെയ്യാതെ നമ്മൾ നോർമലായിട്ടുള്ള വർക്കൗട്ട്സിലോട്ട് തന്നെ അത് കീപ്പപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യമായത്.